നമസ്കാരം, ഞാൻ ഡോക്ടർ തീർത്ഥ, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആൻഡ് സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണർ, ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആർത്തവത്തിന് മുന്നുണ്ടാകുന്ന മാനസിക മാറ്റങ്ങൾ, പ്രീ മെൻസ്ട്രൽ മൂഡ് ഡിസോർഡർ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. പല സ്ത്രീകളും എല്ലാ മാസവും ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാറുണ്ടെങ്കിലും ഇതൊരു സാധാരണ കാര്യമാണ് എന്ന് കരുതി പലപ്പോഴും ചികിത്സ തേടാറില്ല. എന്നാൽ ശരിയായ അറിവും ജീവിതശൈലി മാറ്റങ്ങളും സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പിയും ഒക്കെ വഴി ഇതിനെ നമുക്ക് ഫലപ്രദമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആർത്തവ ചക്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു ജീവിത കാലഘട്ടത്തിലുള്ള ജൈവ പ്രക്രിയയുടെ ഒരു സ്വാഭാവികമായ കാര്യമാണെങ്കിലും ഈ ആർത്തവം തുടങ്ങുന്നതിന് ഒരു 7 മുതൽ 14 ദിവസം മുമ്പ് മുതൽ പല സ്ത്രീകളിലും ശാരീരികമായും മാനസികമായും പ്രകടമായ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ചിലർക്ക് ഇത് ചെറിയ അസ്വസ്ഥതകൾ മാത്രമായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ചിലർക്ക് ഇത് അവരുടെ കുടുംബജീവിതത്തെയും ജോലിയെയും പഠനത്തെയും സാമൂഹികമായ ബന്ധങ്ങളെയും ഒക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ആർത്തവ ചക്രത്തിലെ ലൂട്ടിയൽ ഫേസ്, അതായത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞ് ആർത്തവം ആരംഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്താണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളുടെ അളവിൽ മാറ്റം വരികയും ഇത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ കെമിക്കൽസ് ആയിട്ടുള്ള സെറോട്ടോണിൻ പോലുള്ള കാര്യങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുവഴി ഇത്തരം ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ സമയത്ത് പ്രധാനമായും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ? ദേഷ്യം തന്നെയാണ് മിക്കവാറും ആളുകൾക്കും കണ്ടുവരാറുള്ളത്. ആ ഒരു സമയത്ത് എന്തൊരു ചെറിയ ട്രിഗേഴ്സ് വന്നാലും തനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായി ദേഷ്യപ്പെടുക, കൂടാതെ ഒരു അകാരണമായ സങ്കടം, കരച്ചിൽ കൂടാതെ ഉത്കണ്ഠ, ഏതൊരു കാര്യത്തിനും ഒരു പേടി പോലെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്ത എപ്പോഴും മനസ്സിലേക്ക് വരിക, അതിന് റിപ്പീറ്റഡായി തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക, കൂടാതെ വിഷാദം, എന്തും ചെയ്യാനുള്ള ഒരു മടി, സ്ഥിരമായി ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നുക, ഇതുകൂടാതെ ഉറക്കക്കുറവ്, ശാരീരിക വേദനകൾ, ഇതിനോടൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ശാരീരിക വേദനകൾ ഉണ്ടാവുക, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് അത്തരം കാര്യങ്ങൾ വരിക എന്നതൊക്കെ ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടുകളാണ്. ആയുർവേദം ഈ ഒരു കാലഘട്ടം വാദവൃദ്ധിയുടെ ഒരു കാലമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരിക വേദനകളും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗപ്രദമായി മാറുന്നത് എന്ന് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോർമോൺ ചേഞ്ചസും ബ്രെയിനിലുള്ള ന്യൂറോ കെമിക്കൽസിൻ്റെ ഒരു ചേഞ്ചസും ഒക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഇതെല്ലാവരിലും ഒരുപോലെ കാണുന്നില്ല എന്നത്. നമ്മുടെ അടുത്ത് ഇത്തരം ബുദ്ധിമുട്ടുകളുമായി വരുന്ന മിക്കവാറും സ്ത്രീകളോട് നമ്മൾ ചോദിച്ചു വരുമ്പോൾ അവർക്ക് ഒന്നുകിൽ അവർ ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യമാകാം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകാം, അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ഹീൽ ചെയ്യപ്പെടാത്ത ഒരു പാസ്റ്റ് ട്രോമ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അവർ പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങൾ നടക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ഹിഡൻ ആയിട്ട് അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഈ ഒരു സമയത്ത് ട്രിഗർ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മൾ സ്മൃതി മെഡിറ്റേഷൻ വഴി ഇവരുടെ ഈ ഒരു ഹോർമോണൽ ചേഞ്ച് വരുന്ന സമയത്ത് ട്രിഗർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു ബുദ്ധിമുട്ടിന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. പലപ്പോഴും മുമ്പിലെത്തുന്ന സ്ത്രീകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു 30+ അല്ലെങ്കിൽ 35 ആ ഒരു റേഞ്ചിലുള്ള ആളുകളിലും അല്ലെങ്കിൽ ഒരു കോളേജ് ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളിലും ഒക്കെയാണ് ഇത്തരം മൂഡ് സ്വിങ്സ് കൂടുതലായി കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു ടീനേജ് അല്ലെങ്കിൽ കോളേജ് ടൈമൊക്കെ പറയുമ്പോൾ അവർ പലതരത്തിലുള്ള മാനസിക ഒരു സ്ട്രെസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാകുന്നത്. കോളേജിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളത്. ഈ ഒരു 35+ എന്ന് പറയുമ്പം പലപ്പോഴും ജോലിയും വീടും ഒരേപോലെ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറായിട്ടുള്ള പല ദാമ്പത്യ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ ഒരുപാട് പഠിച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ സപ്രസ് ചെയ്തുകൊണ്ട് കഴിയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ അവരുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയോ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി ഇവിടെ വളരെ എഫക്റ്റീവായി കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഇവരുടെ ഈ ഒരു ഇമോഷണൽ ചേഞ്ചസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കുടുംബത്തിലൊരു വഴക്കായിട്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടികളോട് അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതെ അവരെ ശാരീരികമായി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു
വഴക്കുകൾ പോലും വലിയ രീതിയിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കും. പലപ്പോഴും ഇത് ആ സ്ത്രീകളുടെ ഒരു ബലഹീനതയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക പ്രശ്നമായിട്ടൊക്കെയാണ് ചുറ്റുമുള്ളവർ കാണുന്നത്. ഇവിടെ പ്രധാനമായും വേണ്ടത് അവരുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലാക്കി കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടും കൂടാതെ ഇതുപോലുള്ള ആയുർവേദ ചികിത്സകളും സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. എപ്പോഴും സ്ത്രീകൾ ചിന്തിക്കേണ്ടത് ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. നോർമലായിട്ട് നമ്മൾ ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ പോലും നമുക്ക് നിയന്ത്രിക്കാനാവുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇമോഷൻസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ശ്രീരുദ്രയിലേക്ക് വരാം. സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സന്തോഷവും കാര്യങ്ങളും ഒക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്.